ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓണമെല്ലാം നന്നായിട്ട് ആഘോഷിച്ച് കാണും അല്ലേ? അപ്പം ഇപ്രാവശ്യം ഓണവും നമ്മുടെ നബിദിനവും എല്ലാം ഒരുമിച്ചായതുകൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ച് ആഘോഷിച്ചു. അങ്ങനെ ഇത് വന്ന് നമ്മുടെ തിരുവോണത്തിൻ്റെ പിറ്റേന്നാണ് കേട്ടോ. അങ്ങനെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് സിറ്റിയിലോട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ നല്ല തിരക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം പോവുകയാണ്. ഒന്ന് സിറ്റിയിൽ ലൈറ്റൊക്കെ ഒന്ന് കാണണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ പൂക്കടത്തിയപ്പോൾ നിർത്തി പൂ വാങ്ങിച്ചു കേട്ടോ. അതിനുവേണ്ടി ഞാൻ നിർത്തിയിരിക്കുന്നത്. എങ്ങോട്ടെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ പൂ കണ്ട ഉറപ്പായും വാങ്ങിച്ചു തരും കേട്ടോ വെക്കാം. അങ്ങനെ ഈ പൂക്കട നിർത്തി. തലയിൽ വയ്ക്കാൻ പറ്റിയില്ല, പൂ വാങ്ങിച്ചു, തലയിൽ വയ്ക്കാൻ പറ്റിയില്ല. ഹെൽമെറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സിറ്റിയിലെത്തിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. സിറ്റിയിലെത്തിയപ്പോഴോ ഒന്നും പറയണ്ട, ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് വെച്ചാൽ ബ്ലോക്കായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറിലധികം ഞങ്ങൾ കിടന്നു. പിന്നെ വീണ്ടും കാണുന്നു, പോകുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇടയ്ക്ക് ബ്ലോക്കാവും, വീണ്ടും അവിടെ കുറച്ച് സമയം കിടക്കും, പിന്നെ വീണ്ടും പോകും. പിന്നെ മക്കളെല്ലാവരും രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റും ആ ഒരു നിറങ്ങളും കാഴ്ചകളും എല്ലാം കണ്ട് അവർ ഫുൾ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലോക്കിൽ നിർത്തുമ്പോഴുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മക്കൾക്ക്. അങ്ങനെ അടിച്ച് പൊളിച്ച് പോവേ. ഓണത്തിന് ഈ ലൈറ്റ് കാണാൻ പോകുന്നതെല്ലാം നല്ല ഹാപ്പിയാണ്. പക്ഷേ ഈ ബ്ലോക്കും തിരക്കും ഇതൊക്കെ ആലോചിക്കും വേണം പോകാൻ ഇത്തിരി മടി. എന്നാലും നല്ല രസമല്ലേ എന്നെല്ലാം വിചാരിച്ച് നമ്മൾ പിന്നെ അന്ന് പോയില്ല. തിരുവോണത്തിന് പിറ്റേന്ന് തന്നെ പോകും. അന്ന് പോയാൽ പിന്നെ പറയണ്ടല്ലോ, എന്തൊരു തിരക്കായിരിക്കും. പിന്നെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളിതുപോലെ ഇനിയും വീഡിയോസ് എല്ലാം കാണണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇനി വീഡിയോസ് ചെയ്യാൻ ഉള്ള ആ ഒരു ഇൻട്രസ്റ്റൊക്കെ തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ എല്ലാ ലൈറ്റും എല്ലാം കണ്ട് ഇങ്ങനെ പോവേണം. എന്തായാലും നല്ല നയനമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. എല്ലായിടവും പല കളേഴ്സിൽ, പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, ഓറഞ്ച് അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ കളേഴ്സിലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ട്രാഫിക് ജാം ഫുൾ ഇടയ്ക്ക് വന്ന് ട്രാഫിക് ജാമാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഒരിടത്ത് 10 മിനിറ്റ് എടുക്കുമെങ്കിൽ ഒരിടത്ത് അരമണിക്കൂർ എടുക്കണം. അങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ആകപ്പാടെ ബോറായെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വഴി തെക്കാട് വന്നു. അവിടെ ഒരു മർമെയ്ഡ് എക്സ്പോ ഷോയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. എക്സ്പോ ടിക്കറ്റെല്ലാം എടുത്തു, കയറി. കുറേ ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റി ഫിഷ്, കളർ ഫിഷ്, അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ ഫുൾ നമ്മൾ അതിനകത്താണ്, നമ്മൾ കടലിനകത്താണ് എന്നൊക്കെ തോന്നും. അങ്ങനെ അതൊക്കെ കണ്ട് ഞാനും ഇക്കായും ഭയാനും തോപ്പിയും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് കുഞ്ഞുമീനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വരുമ്പോൾ സൂപ്പർ. പിന്നെ ഇതാണ് അവിടുത്തെ പ്രധാന സംഭവം. അങ്ങനെ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞത് ലവന്മാർ വന്ന് പോപ്കോൺ കഴിച്ചു. പിന്നെ ഞാനും ഐസ്ക്രീം കഴിച്ചു. പിന്നെ അവിടെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളിപ്പാട്ടങ്ങളാവട്ടെ, നമ്മുടെ വീട്ടു സാധനങ്ങളാവട്ടെ, അങ്ങനെ എല്ലാം ക്രാഫ്റ്റ് മേള അടിപൊളിയായിട്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നല്ല ജസ്റ്റ് നോക്കി എല്ലായിടം ഒന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. എല്ലാ സംഭവവും ഉണ്ടായിരുന്നു. മേളയല്ലേ, അങ്ങനെ എല്ലാം കാണുമല്ലോ. വിത്ത് അങ്ങനെ എല്ലാം ഉണ്ട്, പല ഇനം വിത്തുകൾ. അങ്ങനെയെല്ലാം ഞാൻ എല്ലാം സൂം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കളിപ്പാട്ടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങാനേ യവന്മാരെന്നെ പിടിച്ച് നിർത്തുമോ എന്ന്. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും നടന്നില്ല, കാരണം കയ്യിൽ പോപ്കോൺ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് അതൊന്നും നടന്നില്ല. പിന്നെ പെട്ടെന്ന് ഞാനും യവന്മാരെ കൊണ്ടിങ്ങ് വന്നാൽ ധനനഷ്ടം ഒരുപാട് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. അങ്ങനെ എൻ്റെ ചക്കരക്കുട്ടികളെയും പൊക്കിപ്പറക്കി ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓണം ചെറിയ രീതിയിൽ ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ഹാപ്പിയായി. പിന്നെ ഞാനും ഹാപ്പിയായി, പിന്നെ ഇക്കായും ഹാപ്പിയായി. പിന്നെ തിരിച്ച് ഞാൻ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.